ഒരു വലിയൊരു ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ആ ഫെസ്റ്റിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തന്നെ നിങ്ങൾക്ക് മെർമെയ്ഡിനെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മെർമെയ്ഡിനെ കാണാനുള്ള അവസരവും കൂടെ കിട്ടും. പിന്നെ നിങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് റോബോട്ട്സും ഉണ്ട്. അവിടെ റോബോട്ട്സ് പലതരം റോബോട്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് തന്നെ പോയി നോക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്നത് പക്ഷികളുടെ ഒരു കൂട്ടം തന്നെയാണ്. സാധാരണ നമ്മൾ കാണുമ്പോൾ പക്ഷികളൊക്കെ കൂട്ടിലല്ലേ, പക്ഷെ ഇവിടെ നല്ല ഓപ്പൺ ആയിട്ടൊക്കെയാണ് പക്ഷികൾ ഇരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നല്ല കുറേ ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ കിളികൾക്ക് എന്താണ് കൊടുക്കുന്നത്? ഏത് ടൈപ്പ് കിളിയാണ്? ഗൈസ്, ഞാൻ എന്താണ്ട് ഈ രഥത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നല്ല 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 ഫോട്ടോസൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിവിടെ കയറി നോക്കാം. കയറിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. കാരണം ഇവിടെ നല്ല ചുവന്ന സീറ്റൊക്കെ വെച്ച് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഇവിടെ ഗാട്ടാ ഗുസ്തി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ഒരു പാട്ടിനകത്ത് ഈ രഥം കാണിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട ചേട്ടൻ പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു രഥമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് സിൻഡ്രല്ല സാരി വണ്ടിയുടെ മുന്നിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള ഈ വണ്ടി പണിഞ്ഞത് നമ്മുടെ സ്വന്തം കേരളത്തിലെ വിനീർ പി ആചാരി എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളൊരു റോബോട്ടിൻ്റെ അടുത്താണ്. ഈ റോബോട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടാണ്. നല്ല ഭംഗിയല്ലേ ഈ റോബോട്ടിനെ കാണാൻ? ഗൈസ്, ഈ റോബോട്ടും ഒരു സർവ് ചെയ്യാനുള്ള റോബോട്ടാണ്.
കാണാൻ പോകുന്നത് ഈ റോബോട്ടിൻ്റെ ഉള്ളിൽ റോബോട്ടിക്സിൻ്റെ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പടം വരയ്ക്കുന്നത്. അതൊരു പട്ടിക്കുട്ടിയൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇത്രയും വലിയ മനോഹരമായിട്ടുള്ള റോബോട്ട്സിന്റെ ഷോ തരുന്നത് യൂണിക് വേൾഡ് റോബോട്ടിക്സ്. ഇവിടെ നമുക്ക് 6 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. റോബോട്ട്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗൈസ്, ഇതിൻ്റെ പേര് ലെഗോ എന്നാണ്. ഇവിടെ നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ ലെഗോ പീസസും കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ അസംബ്ലിയും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ ലെഗോസ് ഉണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു സ്കൂബ ഡൈവറിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇവിടെ കുറേ മീനിന്റെ ഫ്രണ്ടിലാണ് സ്കൂബ ഡൈവർ ഉള്ളത്. അതുകൊണ്ട് അവിടെ ഒരു സ്കൂബ ഡൈവർ ഉണ്ട്. ഇവിടെ വെള്ളത്തിൽ തന്നെ ഒരു വലിയൊരു കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബബിളൊക്കെ വിടുന്നുണ്ട്. നമുക്ക് അതോട്ട് പോകാം. ഗൈസ്, വാട്ടറിൽ ബബിളൊക്കെ വിടുന്നുണ്ട്. ഇതൊരു കടലിനടിയിലൊരു കൊട്ടാരമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരമാണിത്. നല്ല വാട്ടറൊക്കെ വീഴുന്നുണ്ട്. ഇവിടെ മെർമെയ്ഡ്സിന്റെ ശില്പങ്ങൾ, ഡോൾഫിൻസിന്റെ ശില്പങ്ങൾ, അങ്ങനെ കുറേ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു മെർമെയ്ഡിനെയാണ് കാണുന്നത്. ഒന്നല്ല, 2 മെർമെയ്ഡ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു മെർമെയ്ഡിനെ റിയൽ ലൈഫിൽ കാണാം. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇവിടെ മെർമെയ്ഡിനെ കാണുമെന്ന്. ഹായ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു മെർമെയ്ഡിനെ കാണും. നല്ല രസമുണ്ട് കാണാൻ. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ല ഭംഗിയുണ്ട് ഗായ്സ്. ഇതാണ്ട് വെള്ളത്തിൽ നല്ല ഹാർട്ടൊക്കെ വരുന്നുണ്ട്. ഗൈസ്, ഇതാണ്ട് ആപ്പിളൊക്കെ തിന്നുന്നുണ്ട്. ഗൈസ്, ആപ്പിളൊക്കെ തിന്നുന്നുണ്ട് ഒരു മെർമെയ്ഡ്. നല്ല ഭംഗിയില്ലേ കാണാൻ. നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ കൊല്ലം ആസാമത്ത് വരാം. ഗൈസ്, മെർമെയ്ഡ് ഒരു മാജിക് കാണിക്കുകയാണ്. അയ്യോ ഗൈസ്, ഇതാണ്ട് ഞാൻ ഷോക്കായി പോയി. ഇവിടെ ഒരു മെർമെയ്ഡ് ഒരു റോസിന്റെ മാജിക് കാണിക്കുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ കടലിനടിയിൽ മാത്രം കാണപ്പെടുന്ന കുറേ മീനുകളെയാണ് കാണുന്നത്. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു ടാങ്കിൽ തന്നെ കുറേ ഉണ്ടെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന് കുറേ കുഞ്ഞു കുഞ്ഞു പല്ലുകളൊക്കെ ഉണ്ട്. കടിക്കുമെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ വന്നിട്ട് കുറേ നല്ല മീനുകളുണ്ട്. ഇവിടെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരു കടലിൻ്റെ അടിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. വേറെ വേറെ ടൈപ്പ് മീനുകളാണ് ഇവിടെ. നോക്കൂ, ഇവിടെ പല പല ടൈപ്പ് ഫിഷസ് ഉണ്ട്. ഇവിടെ വെള്ള കളറിലെ ഫിഷ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്കും മെറൂണും കൂടെ ഉള്ളൊരു ടൈപ്പ് ഫിഷസും ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ ബ്ലൂ കളർ ആണെന്ന് തോന്നുന്നു. പക്ഷേ റിയൽ ലൈഫിൽ കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ തന്നെ 4 വലിയ ഫിഷസ് ഉണ്ടെന്ന് തോന്നുന്നു. 4 വലിയ ഫിഷസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അതിൻ്റെ കുഞ്ഞിനെ എനിക്കിപ്പോൾ ഒരെണ്ണത്തിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഗൈസ്, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്.
ഗൈസ് വലിയ 4 മീനാണ് ഗൈസ്. ആദ്യം കണ്ട മീനിന്റെ വലിയ സൈസ് മീനാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ല സൈസ് മീനാണ്. ഇതിന്റെ മൂക്കൊക്കെ ഇരിക്കുന്ന കണ്ടോ. ഇവിടെ എത്ര മീനുണ്ടെന്ന് അറിഞ്ഞൂടാ, കുറെ മീനുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഷാണ് ഇവിടെ ഏറ്റവും ചെറുത്. ഗൈസ്, നമ്മളിനി ഒരു കടലിന്റെ ഉള്ളിലോട്ടുള്ള യാത്രയാന്ന് തോന്നുന്നു. ഇവിടെ കുഞ്ഞ് സ്രാവും കുഞ്ഞ് തെരണ്ടി ഇവിടെ കൊണ്ട് കുറെ തെരണ്ടിയുണ്ട്. അപ്പുറത്തെ സൈഡില് വേറെയും കുറെ മീനുകളുണ്ട്. ഗൈസ്, വലിയൊരു മീനെ കാണാം. ഇവിടെ വലിയൊരു മീനെ കാണാം. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇത് നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ മീനുകളും ഉണ്ട്. ഗൈസ് ഞാൻ ജംസ് കൂട്ടാണ് ഉള്ളിൽ കിടക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഇവിടെ നല്ല കുഞ്ഞു കുഞ്ഞു കളറായിട്ടുള്ള ഫിഷസ് ഉണ്ട്. ഇവിടെ കുറെ ഫിഷസ് ഉണ്ട്. പക്ഷെ സാഡായിട്ടുള്ള ന്യൂസ്, ഇവിടുത്തെ ഒരു കുഞ്ഞു മീൻ ചത്തുപോയി ഗൈസ്. ഒരു കുഞ്ഞു മീൻ ചത്തുപോയി. അത് നമുക്ക് അറിയത്തില്ല, കാരണം കുറെ ഫിഷസ് നമുക്ക് കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള കുറെ ഫിഷസ് ഉണ്ട് ഗൈസ്. ഇവിടെ കുറെ പേര് എൻജോയും ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതൊരു പഫർ ഫിഷാണ് ഗൈസ്. ഒന്നല്ല, കുറെ പഫർ ഫിഷാണ്. കാരണം ഇതിന്റെ കണ്ണെന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എന്തോ വെള്ള കളർ എന്തോ പ്രേതത്തിനെ പോലെ ഉണ്ട് ഫ്രണ്ടിൽ നിന്നും കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഈ ഫിഷ് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ ഗൈസ്. മലർന്നൊക്കെ കിടക്കുന്നു. അതിന് ചിറക് വിഷറ് പോലെ ഉണ്ട് കാണുന്നത്. ക്യാമറയിലോട്ടാണ് നോക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് മീൻ പേടിക്കുമ്പോഴോ അതോ ശത്രു അടുത്ത് വരുമ്പോഴോ ഇത് നല്ല ഒരു ബോൾ പോലെ ആകുമെന്നാണ് പറയുന്നത് ഗൈസ്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ തലയുടെ മുകളിൽ കുറേ മീനുകളാണ് ഉള്ളത് ഗൈസ്. ഇഷ്ടം പോലെ മീനാണ്. ഓരോ മീൻ എൻ്റെ തലയുടെ മണ്ടക്കിടയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് കുറേ നേരമായിട്ട്. നല്ല കുറേ മീൻസ് ഉണ്ട് ഗൈസ്. ചീറ്റപ്പുലി വെള്ളത്തിൽ നീന്തുന്ന പോലെ തന്നെ അതേപോലത്തെ ഡിസൈൻസ് ആണ്. ഇവിടെ കുറേ മീൻ കൂട്ടത്തോടെ കിടക്കുന്നതുകൊണ്ട് ലോബ്സ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഞണ്ടാണോ എന്താണോ പറഞ്ഞു, ലോബ്സ്റ്റർ ആണോ എന്ന് പറഞ്ഞൂടാ. ഇതെന്തോ കടൽ മത്സ്യമോ എന്തോ, പക്ഷേ കടൽ മത്സ്യമല്ല, കടൽ പാമ്പാണെന്ന് തോന്നുന്നു. കണ്ടോ, ലോബ്സ്റ്റേഴ്സ് ആണ്. കുറേയും ലോബ്സ്റ്റേഴ്സ് ഉണ്ട്. അതെന്താണ് ആ ലോബ്സ്റ്റേഴ്സ് ആ ഒരു പാമ്പ് പോലത്തെ ഇരിക്കുന്ന മീനില്ലേ, അതിനെ പിടിച്ചു വെച്ചേക്കാണ് ഗൈസ്. നമുക്ക് 2 ഗുണ്ടകളെ കാണാൻ നോക്കവിടെ ഗൈസ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊന്നും വലിയ മീനാണ്. എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളിത് റിയൽ ലൈഫിൽ വന്ന് കണ്ടാൽ എന്താ സെറ്റപ്പ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം ഇവിടെ കുറേ ഫിഷസ് കൂട്ടി കിടക്കുന്നുണ്ട്. അതിലേറ്റവും വലുതൊന്നാണ് ഇത് എന്ന് തോന്നുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. താണ്ടേ ഇതൊക്കെ കുത്തിയാൽ എന്ത് വേദനയായിരിക്കുമെന്ന് അറിയോ. ഇതാണ്ടേ ഇത് കുറച്ച് ഫൈറ്റാണ് ഇന്ന് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത് കുറച്ച് കൂട്ടമായിട്ടുള്ള ഒരു ഫൈറ്റാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ആണ്ട് ഒരു കുഞ്ഞ് മീൻകുട്ടനെ കാണാം. ഇവിടെ വേറെ ടൈപ്പ് മീനും ഉണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് അടിയിൽ കാണുന്ന 2 ടൈപ്പ് മീനാണ്. ചെമ്മീൻ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു ഗൈസ്. ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വെള്ള കളറിലെ ഒരു കുഞ്ഞ് അലിഗേറ്റർ ഫിഷ് കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ വലിയ അലിഗേറ്റർ ഫിഷ് കിടപ്പുണ്ട്. അതെ, അതിന് തന്നെ ഏറ്റവും കുഞ്ഞായിട്ടുള്ള ഒരു അലിഗേറ്റർ ഫിഷ് ആണെന്ന് തോന്നുന്നു. അലിഗേറ്റർ ഫിഷ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഗൈസ് ചീങ്കണ്ണിയെ പോലെ തോന്നുന്ന ഒരു വലിയൊരു അലിഗേറ്റർ ഇവിടെ കിടപ്പുണ്ട്. വലിയ സൈസാ. എനിക്ക് കണ്ടിട്ട് സന്തോഷം തീരുവയ്യ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് നെത്തോലിയെ പോലെ കുഞ്ഞു കുഞ്ഞു മീനുകളാണെന്ന് തോന്നുന്നു. ഇതിന് തോന്നുന്ന വലിയ അലിഗേറ്റർ ഫിഷിന്റെ ടാങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് തീറ്റ ആയിട്ടിട്ട് കൊടുത്താന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഏറ്റവും നെത്തോലിയെ പോലെ പൊടിയായിട്ടുള്ള മീനുകളുണ്ട്. നല്ല ഭംഗിയാണ് ഗൈസ് കാണാൻ. അയ്യോ ഗൈസ്, 3 ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടികൾ ടാങ്കിലിട്ടേക്കുവാണ് ഗൈസ്. അയ്യേ പറ്റിച്ചേ. ഇത് വേറൊരു ടാങ്കിനുള്ളില് ഈ പൂച്ചക്കുട്ടിയിൽ ഇട്ടാണ്. അതിന്റെ ഉള്ളിലത്തെ ടാങ്കിലാണ് ഈ മീനുകൾ. അപ്പൊ നിങ്ങൾക്ക് തോന്നും അത് പൂച്ചക്കുട്ടിലെ ആ ടാങ്കിന്റെ ഉള്ളിലിട്ടേക്കാണെന്ന്. 3 ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടികളുണ്ട്.
ഉണ്ട്. അതിനടുത്ത് തന്നെ ഒരു കൊച്ചു പയ്യൻ, ഒരു പറക്കുന്ന അണ്ണാണ്, എന്തോ അണ്ണാനെ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ 2 ഓന്ത്, പിന്നെ കുറച്ച് കിളികളും കാണാം. കിളികളിനെ എല്ലാത്തിനും കയ്യിൽ വെക്കാം. പാമ്പ് മേളിലോട്ട് കയറുകയാണ് ഗൈസ്. നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നില്ല ഗൈസ്. നമ്മളിപ്പോൾ 2 ഇഗ്വാനകളെ കാണാം. ഒരു വലിയ ഇഗ്വാനയുടെ പുറത്തായിട്ട് ഒരു മഞ്ഞ കളറിലെ ഇഗ്വാന കിടന്ന് ഉറങ്ങുവാണെന്ന് തോന്നുന്നു. 2 ആൾക്കാർ നല്ല ഉറക്കമാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ നേരത്തെ കയറിയപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിരുന്നു. ഇപ്പൊ അതാണ് രാത്രിയായി. ഇപ്പൊ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ സമയം പോയത് അറിഞ്ഞില്ല. അത്രയ്ക്ക് ഫണ്ണായിരുന്നു, ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് കാണാം.